ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാവർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം ഓരോ നക്ഷത്രത്തിനും ഓരോ ഇഷ്ട ദേവതാസ്ഥാനമുണ്ട്. അപ്പോൾ ഏതൊരു കാര്യസാധ്യത്തിനും ഈ പറയുന്ന ദേവതയെ, നക്ഷത്ര ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തിയാൽ കാര്യസാധ്യം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. നമ്മളെല്ലാവരും ദൈവപൂജ ചെയ്യുന്നതിലും ക്ഷേത്ര ദർശനം നടത്തുന്നതിലൊക്കെ ഒട്ടും മടി കാണിക്കാത്ത ആൾക്കാരാണ്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഓർക്കാപ്പുറത്ത് സംഭവിക്കുമ്പോൾ അറിയാതെ തന്നെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ ഓരോ നാളുകാർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ട്. ആ ദേവത ഏതൊക്കെ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ അശ്വതി നക്ഷത്ര ദേവത അല്ലെങ്കിൽ ജാതക നക്ഷത്രപ്രകാരം അശ്വതി നക്ഷത്രത്തിന് അശ്വിനി ദേവകളാണ്. എന്നിരുന്നാൽ തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കേതു ആയതിനാൽ ഗണപതിയെ ദേവനായിട്ട് പൂജിക്കണം എന്നുള്ളതാണ്. കൂടാതെ അതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ക്ലേശപരിഹാരാർത്ഥം പൂജിച്ചു വരാം. വിനായക ചതുർത്ഥി വ്രതം വളരെയേറെ ഗുണം ചെയ്യും അശ്വതി നക്ഷത്ര നാളുകാർക്ക്. ഗണപതി കവചം, ഗണപതി സ്തോത്രം എന്നിവ ദിവസവും ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ജന്മനക്ഷത്ര ദിവസത്തിൽ ധന്വന്തരി ക്ഷേത്രത്തിൽ അർച്ചന, വഴിപാട്, പൂജ എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. തുടർന്ന് വരുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ദേവത എന്ന് പറയുന്നത് യമൻ ആയതുകൊണ്ട് തന്നെ ശിവനെ പൂജിക്കുന്നതായിരിക്കും ഉത്തമം. ക്ലേശപരിഹാരത്തിന് സൂര്യദേവനെയും പ്രാർത്ഥിക്കാം. ഭരണി, പൂരാടം, പൂരം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ജന്മ നക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ദുഃഖങ്ങൾ കുറയ്ക്കുവാൻ വളരെയേറെ സഹായകരമാകും എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ളവർ ദേവിയെയും പൂജിക്കണമെന്നുള്ളതാണ് ഇഷ്ടദേവനായിട്ട്. ദിവസവും സൂര്യദേവനെയോ ശിവഭഗവാനെയോ പ്രാർത്ഥിക്കുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമായിരിക്കും. തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ദേവത ബ്രഹ്മാവ്. മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കാം ഇഷ്ടദേവനായിട്ട്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാകും. ഞാവൽ വൃക്ഷം, അതിന് ജലം നൽകുക അല്ലെങ്കിൽ നനയ്ക്കുന്നത് ദുഃഖം കുറയ്ക്കും. ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ഉപാസിക്കുന്നത് ഉത്തമമായിരിക്കും. പൗർണമി നാളിൽ ദുർഗാദേവിയെയും അമാവാസി നാളിൽ ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. തുടർന്ന് വരുന്നത് മകയിരമാണ്. മകയിരം നക്ഷത്ര ദേവത ചന്ദ്രനാണ്. എന്നാൽ ദേവതയായിട്ട് എടുക്കേണ്ടത് ദുർഗാദേവി എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. കൂടാതെ മകയിരം നക്ഷത്ര ജാതകർക്ക് ദേവിയെ പൂജിക്കാം. സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ഗുണം ചെയ്യും. ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ നടത്തുക. തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ്. നക്ഷത്ര ദേവത ശിവനാണ്. ഇഷ്ടദേവനായിട്ട് ശിവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുക എന്നുള്ളതാണ്. രാഹുവിനെയും അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട സർപ്പ ദൈവങ്ങളെയും ആരാധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. ജന്മനക്ഷത്ര ദിവസം
രാഹുവിനെ ആരാധിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവനായിട്ട് എടുക്കാവുന്നത് കൃഷ്ണനാണ്. ശ്രീരാമസ്വാമിയെയും ആരാധിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ദുഃഖങ്ങൾ കുറയ്ക്കും. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് പൂയം നക്ഷത്രമാണ്. ബൃഹസ്പതിയാണ് നക്ഷത്ര ദേവത. ഇഷ്ടദേവനായിട്ട് വിഷ്ണു ഭഗവാനാണ് വരുന്നത്. ശനിയാഴ്ച വ്രതവും ശനിയാഴ്ച ഭജനയും അനുഷ്ഠിക്കുക. പൂയവും ശനിയാഴ്ചയും ഒത്തു വരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ശാസ്താപൂജയോ ശനീശ്വര പൂജയോ ചെയ്യുന്നത് ദുഃഖങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് ആയില്യം നക്ഷത്രം. സർപ്പമാണ് നക്ഷത്ര ദേവത. ഇഷ്ടദേവനായിട്ട് നാഗദൈവങ്ങളെയാണ് ഇഷ്ടദേവനായിട്ട് എടുക്കുന്നത്. ശിവനെ ആരാധിക്കുന്നതായിരിക്കും ഉത്തമം. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും വളരെ ഉത്തമമാണ്. തുടർന്ന് വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ദേവത എന്ന് പറയുന്നത് പിതൃക്കളാണ്. അപ്പോൾ മകനക്ഷത്ര ജാതകർക്ക് പിതൃപൂജയാണ് ഗുണകരമായിട്ടുള്ളത്. ശിവനെ ഇഷ്ടദേവനായിട്ട് ആരാധിക്കണം. നക്ഷത്ര ദിവസം അല്ലെങ്കിൽ ജന്മനാൾ ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. മകം, മൂലം, അശ്വതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. മകവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ശിവപൂജ നടത്തുക എന്നിവ വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് പൂരം നക്ഷത്രമാണ്. ഇഷ്ടദേവതയായിട്ട് ശിവനെ ആണ് എടുക്കേണ്ടത്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. പൂരവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുക. പൂരം, പൂരാടം, ഭരണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പൂരം നാളിൽ ശിവപൂജയും ലക്ഷ്മി പൂജയും നടത്തുന്നതും ഉത്തമമാണ്. തുടർന്ന് വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ഭഗനാണ് നക്ഷത്ര ദേവത. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർ ശാസ്താവിനെയാണ് പൂജിക്കേണ്ടത്. പതിവായി ശാസ്താ ക്ഷേത്ര ദർശനം നടത്തണം. ശബരിമല ദർശനം നടത്തുന്നതും അഭികാമ്യമാണ്. ഞായറാഴ്ചയും ഉത്രവും ചേർന്ന് വരുന്ന ദിവസം പൂജകൾക്ക് അനുയോജ്യമായ ഒരു ദിവസമാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനവും ശിവപൂജയും ഉത്രം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണം ചെയ്യും. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് ഉടൻ ഫലം ലഭിക്കാൻ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ദേവത എന്ന് പറയുന്ന ആദിത്യൻ. എന്നാൽ ഇഷ്ടദേവതയായിട്ട് ഗണപതിയാണ് എടുക്കേണ്ടത്. കൂടാതെ ആദിത്യ ഹൃദയം പതിവായിട്ട് ജപിക്കുന്നത് ദുഃഖങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ അഭികാമ്യമാണ്. തുടർന്ന് വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ദേവത ത്വഷ്ടാവാണ്. എന്നാൽ ദേവി ഉപാസനയാണ് വളരെയധികം ഗുണം ചെയ്യുന്നത്. ഭദ്രകാളിയാണ് ഇഷ്ടദേവതയായിട്ട് എടുക്കേണ്ടത്. ലളിത സഹസ്രനാമം വളരെയധികം ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. തുടർന്ന് വരുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ദേവതയായിട്ട് വായുവാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇഷ്ടദേവനായിട്ട് ഹനുമാനെയാണ് പൂജിക്കേണ്ടത്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും ലക്ഷ്മി ഭജനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. ചോതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. വിശാഖം നക്ഷത്രമാണ് അടുത്തതായിട്ട് വരുന്നത്. ദേവത ഇന്ദ്രാഗ്നിയാണ്. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകർ ബ്രഹ്മാവിനെ പൂജിക്കണം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ ജപവും വളരെയധികം ഗുണം ചെയ്യും. തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ്. നക്ഷത്ര ദേവതയായിട്ട് വരുന്നത് മിത്രനാണ്.
ഇഷ്ടദേവതയായിട്ട് വരാൻ ഭദ്രകാളിയാണ്. കാളി മന്ത്രജപം പ്രശ്നപരിഹാരത്തിനൊക്കെ സഹായിക്കും. ശാസ്താഭജനം ക്ഷേത്രദർശനവും വളരെയധികം ഗുണം ചെയ്യും. ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ദേവത ഇന്ദ്രനാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്ര ജാതകർ ഇന്ദ്രനെയാണ് പൂജിക്കേണ്ടത്. തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. കൃഷ്ണക്ഷേത്ര ദർശനവും വളരെയധികം ഗുണം ചെയ്യും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ദേവത നിര്യതിയാണ്. അപ്പോൾ നക്ഷത്ര ജാതകരുടെ ഇഷ്ടദേവൻ ശിവനായിട്ട് വരും. ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഗണപതിയെ ഭജിക്കുന്നതും ഗുണം ചെയ്യും. വ്യാഴാഴ്ച ദിവസം മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. തുടർന്ന് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്ര ദേവത ജലമാണ്. അപ്പം വരുണനാണ് ഇഷ്ടദേവൻ. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും വളരെയധികം ഗുണം ചെയ്യും. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. വിശ്വദേവകളാണ് നക്ഷത്ര ദേവത. ഉത്രാടം നക്ഷത്ര ജാതകർ ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കണം. സൂര്യോദയ ശേഷം ആദിത്യനെ തൊഴുന്നത് വളരെ ഉത്തമമാണ്. ശിവരാത്രി വ്രതം, ഞായറാഴ്ച വ്രതം എന്നിവ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. തുടർന്ന് വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. നക്ഷത്ര ദേവത വിഷ്ണുവാണ്. അപ്പോൾ ഇഷ്ടദേവനായിട്ട് വിഷ്ണുവിനെ തന്നെയാണ് എടുക്കേണ്ടത്. ശനിയാഴ്ച തോറും ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം എന്നിവ തിരുവോണം നാളിൽ നടത്തുന്നത് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഉത്തമമായിട്ട് ഭവിക്കും. തുടർന്ന് വരുന്നത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്ര ദേവത വസുക്കളാണ്. അപ്പോൾ ഇഷ്ടദേവതയായിട്ട് ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയാണ് ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം. സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും വേണം. അതായിരിക്കും ഉത്തമം. തുടർന്ന് വരുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്ര ദേവത വരുണനാണ്. അപ്പോൾ വരുണനോ സർപ്പമോ ആണ് ഇഷ്ടദേവതയായിട്ട് എടുക്കേണ്ടത്. ജന്മനക്ഷത്രത്തിൽ രാഹു പൂജ നടത്തുന്നത് ഉത്തമമായിരിക്കും. കുടുംബത്തിൽ സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും കടമ്പുമരം വച്ച് പിടിപ്പിക്കുകയും ചെയ്യുക, അതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് പൂരുരുട്ടാതി നക്ഷത്രമാണ് വരുന്നത്. ഭദ്രകാളിയാണ് ഇഷ്ടദേവതയായിട്ട് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ എടുക്കേണ്ടത്. ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ, വിഷ്ണു സഹസ്രനാമ എന്നിവ നടത്തുക. ശനിയെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ, വഴിപാടുകൾ എന്നിവ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. തുടർന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ഈ നക്ഷത്ര ജാതകരുടെ ഇഷ്ട ദേവതയായിട്ട് വരുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, പതിവായിട്ട് ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. ദിനവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുന്നത് ക്ലേശങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ പറയുന്ന 27 നക്ഷത്രത്തിൽ വരുന്ന ജാതകരുടെയും ഇഷ്ടദേവതയെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള കർമ്മങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായിട്ടുള്ള പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.